There is a quote on the board. First impression is the dash impression. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം. ബെസ്റ്റ് ഇംപ്രഷൻ. ഇതിനോട് യോജിക്കുന്ന ആളുകളും യോജിക്കാത്ത ആളുകളും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഇൻ്റർവ്യൂ പെർസ്പെക്റ്റീവ് യോജിച്ചേ പറ്റുള്ളൂ. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നിങ്ങൾക്കൊരു സെക്കൻഡോ തേർഡോ ചാൻസ് കിട്ടണം എന്നില്ല. So today we are going to discuss creating first impression. How to create first impression in an interview. ഇതിൻ്റെ ആവശ്യം എന്താണെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. ദ തിങ് ഈസ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആൻസേഴ്സ് പറയാൻ പഠിച്ചതുകൊണ്ട് മാത്രമായില്ല. വേറെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നോക്കാനുണ്ട്. നിങ്ങൾ ഡോറ് തുറന്ന് വന്നിരിക്കുന്ന ഒരു 30 സെക്കൻഡ് സമയത്തിനുള്ളിൽ നിങ്ങൾ അവർ ജഡ്ജ് ചെയ്തിട്ടുണ്ടാവും. ഓൾ ദാറ്റ്. സോ നമുക്ക് കുറേ മാർക്ക് കിട്ടാനും നമ്മളുടെ മാർക്ക് കുറേ പോവാനും അവിടെ ചാൻസ് ഉണ്ട്. അതിനുള്ളൊരു അവസരം, മാർക്ക് പോകാനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കരുത്. അതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ പോയിന്റ്സ് ഉണ്ട്. അതിൽ കുറച്ച് പോയിന്റ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ദ ഫസ്റ്റ് പോയിന്റ് ഇസ് മൈൻഡ് യുവർ ബോഡി. നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ബോഡി ആയിരിക്കും. നിങ്ങളുടെ ടോൺ, നിങ്ങളുടെ വോയിസ്, നിങ്ങളുടെ കൈ, നിങ്ങളുടെ കാല്, മുഖം, ഇതൊക്കെ ആയിരിക്കും. സോ ഈ സംസാരിക്കുന്നത് പ്രോപ്പറാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തണമല്ലോ. അതിന് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഡോറ് തുറന്ന് വരികയാണ്. ആ സമയം തന്നെ നിങ്ങൾ നടക്കുന്ന പോസ്ചർ, വാക്കിംഗ് പോസ്ചർ എന്ന് പറയുന്നത് പ്രോപ്പർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതായത് നമ്മൾ ഫിസിക്കലി കുഴപ്പമൊന്നുള്ള ആളല്ലെങ്കിൽ നേരെ നടക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് നടക്കുക, അവരെ നോക്കി നടക്കുക. കയ്യിൽ ഫയൽ ഉണ്ടാവും, നിലത്തെന്തെങ്കിലും ഉണ്ടാവും, അതൊന്നും നോക്കി നടക്കരുത്, അവരെ നോക്കി വേണം നടക്കാൻ. ആൻഡ് നമ്മൾ ചെല്ലുന്നു, അവർ നമ്മളോട് പറയും ടേക്ക് യുവർ സീറ്റ്. സോ നമ്മൾ ഇരുന്നപ്പോഴാണ് നമുക്ക് ആകെ ടെൻഷൻ. സോ കാല് നമ്മളിങ്ങനെ വിറക്കുകയാണ്, മോതിരം വെച്ചിങ്ങനെ കളിക്കുകയാണ്, ആകെ പ്രശ്നം. ഇത് ചെയ്യാൻ പാടില്ല. നമ്മൾ സിറ്റിംഗ് പോസ്ചർ എന്ന് പറയുന്നത് എപ്പോഴും നേരെയായിരിക്കണം. ചാരി ഇരിക്കാൻ പാടില്ല. ഒന്ന് മുന്നോട്ടേക്കായി കുറച്ച് ലീൻ ചെയ്തിട്ട് ഇരിക്കുക, നേരെ ഇരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. അതാണ് സിറ്റിംഗ് പോസ്ചറിൽ ശ്രദ്ധിക്കാനുള്ളത്. ദെൻ കംസ് ഹാൻഡ് ജെസ്റ്റേഴ്സ്. സംസാരിക്കുമ്പോൾ കൈ ഇങ്ങനെ വെക്കാൻ പാടില്ല, ഇങ്ങനെ വെക്കാൻ പാടില്ല, പോക്കറ്റിലിടാൻ പാടില്ല. ഇതൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ ഈ സാധനം എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം. ദ തിങ് ഈസ് വി ഹാവ് ടു യൂസ് ഇറ്റ്. സംസാരിക്കുമ്പം വി ഹാവ് ടു യൂസ് അവർ ഹാൻഡ്സ് വെൽ. നന്നായി കൈ ഉപയോഗിച്ച് സംസാരിക്കണം. അതായത് കൈ കൊണ്ട് ജെസ്റ്റേഴ്സ് കാണിച്ച് വേണം സംസാരിക്കാൻ. ഒരാൾ അറ്റൻഷനായി നിന്ന് സംസാരിക്കുന്നതിനേക്കാളും എത്രയോ ഇഫക്റ്റാണ് അയാൾ കൈ കൂടെ ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ. സോ യൂസ് ഹാൻഡ് ജെസ്റ്റേഴ്സ്. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് അവോയ്ഡ് സെൽഫ് ടച്ച്. ഞാൻ ഈ പറഞ്ഞതുപോലെ മോതിരം കൊണ്ട് കളിക്കുക, നമ്മൾ മുഖം ടച്ച് ചെയ്യുക, മുടി ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ കുറേ പരിപാടികൾ നമുക്കുണ്ട്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം. ഡു നോട്ട് ഡു ദാറ്റ്. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് സ്മൈൽ. $1 million സ്മൈൽ. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പ്ലെസൻ്റ് ആയിട്ടുള്ള ഒരാളുടെ മുഖത്തേക്ക് നോക്കാനാണ് ആളുകൾക്ക് എപ്പോഴും താല്പര്യം. സോ നിങ്ങൾ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ പ്ലെസൻ്റ് ആയിട്ട് വേണം ഇരിക്കാൻ. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് മിറർ നോട്ട്. അതായത് അവർ സംസാരിക്കുമ്പോൾ നമ്മൾ റോബോട്ട് മാതിരി സ്റ്റിഫായിട്ടിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ നോഡ് ചെയ്യണം. അവർ പറയുന്നതുമായിട്ട് നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യണം. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളുടെ ജെസ്റ്റേഴ്സിലൂടെ അവരെ കാണിക്കുക എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ആൻഡ് മൈ ലാസ്റ്റ് പോയിന്റ് ഇസ് ഐ കോണ്ടാക്ട്. സി, പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത്. നിങ്ങളോട് ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ നിങ്ങളെ കണ്ണിലേക്ക് നോക്കുന്നില്ല എന്നാണെങ്കിൽ യു വിൽ ഗെറ്റ് ബോർഡ്. യു വോണ്ട് ടോക്ക് ടു ദം അഗൈൻ. അതേപോലത്തെ കാര്യം അല്ലെങ്കിൽ അതേപോലത്തെ പ്രശ്നം ഇൻ്റർവ്യൂവിലും വരാം. നിങ്ങൾ ഇൻ്റർവ്യൂവർക്ക് ഐ കോണ്ടാക്ട് കൊടുക്കുന്നില്ലെങ്കിൽ അയാൾക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളെ പറയുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. സോ കീപ് ഐ കോണ്ടാക്ട്, മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. ദാറ്റ്സ് മൈ നെക്സ്റ്റ് പോയിന്റ്. സോ മൈൻഡ് യുവർ ബോഡി വെരി വെൽ. വെൻ ഇറ്റ് കംസ് ടു അവർ ഡ്രസ്സിങ്, നിങ്ങൾക്കറിയാം ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഡ്രസ്സിങ് ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ബട്ട് ഇൻ്റർവ്യൂ കേസിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ അവർ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പ്രൊഫഷണലിസം അല്ലെങ്കിൽ എത്ര സീരിയസ് ആയിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് എടുക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ടാണ്. സോ ദ തിങ് ഈസ് വി ഹാവ് ടു ഡ്രസ് ടു ഇംപ്രസ്. ഫോമൽ ഇല്ലെങ്കിൽ ബിസിനസ് കാഷ്വൽസ്, ഇതാണ് നമ്മൾ ധരിക്കേണ്ട ഡ്രസ്സ് പറയുന്നത്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പം ആ രീതി അനുസരിച്ച് ഹൈലി MNC ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കമ്പനിയിലൊക്കെ പോവുകയാണെങ്കിൽ യു ക്യാൻ വെയർ എ ടെക്സഡോ, ടൈ ആൻഡ് എവ്രിതിങ്. ഇല്ലെങ്കിൽ ബിസിനസ് കാഷ്വൽ ഡ്രസ്സിലും നിങ്ങൾക്ക് പോവാം. ഓൾറൈറ്റ്. എപ്പോഴും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഡ്രസ്സിങ്. കാഷ്വൽ ആയിട്ടുള്ള വെയേഴ്സ്, ഡെനീം, എങ്ങനത്തെ ഒന്നും ഇട്ടിട്ട് നമ്മൾ ഒരിക്കലും ഇൻ്റർവ്യൂവിന് പോകാൻ പാടില്ല. ദെൻ അവോയ്ഡ് ചെക്സ് ഓർ പ്രിൻറ്റ്. നമ്മൾ കാണുന്ന വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഷർട്ട് ഇടുന്ന സമയത്ത് നമ്മൾ ചെക്ക് അല്ലെങ്കിൽ കുറേ പ്രിൻറ്റ്സ് വരുന്ന ഷർട്ട് ഇടുന്നത്. അത് ഒഴിവാക്കിയിട്ട് പ്ലെയിൻ ധരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ദെൻ അവോയ്ഡ് ബ്രൈറ്റ് കളേഴ്സ്.
ഇൻ്റർവ്യൂവർ നിങ്ങളുടെ ഡ്രസ്സിലേക്കായിരിക്കരുത്, നിങ്ങളുടെ മുഖത്തേക്കായിരിക്കണം നോക്കുന്നത്. സോ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺസും കളേഴ്സും ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. ദെൻ ക്ലീൻ ഫേസ്. നിങ്ങളുടെ ഫേസിൻ്റെ നിറമോ നിങ്ങളുടെ ശരീരത്തിൻ്റെ സൈസോ ഒന്നും നോക്കിയിട്ടല്ല നിങ്ങൾ ഇൻ്റർവ്യൂവർ സെലക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മളുടെ ഫേസ് ക്ലീൻ ആയിരിക്കണം എന്നുള്ളതൊരു കാര്യമാണ്. സ്മൈലിംഗ് ഫേസ് ആയിരിക്കണം, ക്ലീൻ ഫേസ് ആയിരിക്കണം. ക്ലോത്ത് എപ്പോഴും പ്രസ് ചെയ്തതിന് ശേഷം മാത്രം, അയൺ ചെയ്തതിന് ശേഷം മാത്രം വരിക. ഷൂ പോളിഷ്ഡ് ആയിരിക്കണം ആൻഡ് വെൽ സെറ്റ് ഹെയർ ആയിരിക്കണം. എപ്പോഴും എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഹെയർ ട്രിം ചെയ്യണോ, മുറിച്ച് പോകണോ, അല്ലെങ്കിൽ താടിയൊക്കെ കംപ്ലീറ്റ് വടിച്ചു പോകണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ദ തിങ് ഈസ് വെൽ സെറ്റ് ആയിരിക്കണം. അതായത് നിങ്ങൾ മുഖത്തേക്ക് ഹെയർ വരുന്നത് നല്ലതല്ല. സോ നിങ്ങൾ കുറച്ച് ലോങ് ഹെയർ ഉള്ള ഒരാളാണെങ്കിൽ, ഒരാൺകുട്ടിയാണെങ്കിൽ ഒന്ന് പോണി കെട്ടിയിട്ട് പോയാൽ നന്നായിരിക്കും. സോ ലൈക്ക് ദാറ്റ് വെൽ സെറ്റ് ആയിരിക്കുക, അതാണ് ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്. സോ ഡ്രസ് ടു ഇംപ്രസ്, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മൈ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഇസ് ടോൺ ആൻഡ് വോയിസ് മോഡുലേഷൻ. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അത് എത്ര ക്ലാരിറ്റിയോടെ നമ്മൾ പറഞ്ഞാലും കാര്യമില്ല, നിങ്ങളുടെ ടോൺ, നിങ്ങളുടെ പിച്ച്, നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ ഇത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മെസ്സേജ് മറ്റാൾക്ക് എത്തില്ല. നമ്മളെപ്പോഴും സിനിമയിൽ പറയാറുള്ള ഡയലോഗ് ഉണ്ട്, അടിപൊളി എന്നുള്ളത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി എന്നും പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി എന്നും പറയാം. സോ ഒരേ വാക്ക് രണ്ട് ടോണിൽ പറയുമ്പോൾ അർത്ഥം കംപ്ലീറ്റ്ലി മാറിപ്പോകുന്നുണ്ട് അല്ലേ? ആ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ടോണും വോയിസും ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. സോ യു ഹാവ് ടു ബി ജെൻറ്റിൽ ആൻഡ് സെക്യൂർ. ഓൾറൈറ്റ്, നിങ്ങൾ ജെൻറ്റിലായിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഒച്ചയെടുത്ത് സംസാരിക്കാനോ, തീരെ പയ്യെ സംസാരിക്കാനോ, കുറച്ച് അഗ്രസീവായി സംസാരിക്കാനോ, റൂഡായിട്ട് സംസാരിക്കാനോ ഒന്നും പാടില്ല. പ്ലസൻ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സൗണ്ടിനൊരു ജെൻറ്റിൽനെസ് വരും. സോ അങ്ങനെ ജെൻറ്റിലായിട്ടും സെക്യൂർ ആയിട്ടും സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് വാരി യുവർ പിച്ച്, പേസ് ആൻഡ് വോളിയം. ഒരേ ടോണിൽ, ഒരേ വോളിയത്തിൽ, ഒരേ പിച്ചിൽ കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞു പോവാതെ കുറച്ചൊരു വ്യത്യാസം വരുത്തുന്നത് നല്ലതാണ്. നമ്മൾ പറയുന്നതിനനുസരിച്ച്, നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ വോളിയം ഇൻക്രീസ് ആവും. നമ്മൾ കുറച്ച് സാഡ് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ പറയുമ്പോൾ വോളിയം ഒന്ന് ഡിക്രീസ് ആവും. സോ ഇതേമാതിരി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ പിച്ച്, വോളിയം എല്ലാം ഒന്ന് മാനേജ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇസ് ബ്രീത്ത് ആൻഡ് റിലാക്സ്. ദ പോയിന്റ് ഇസ് നമ്മൾ ടെൻഷൻ ആകുമ്പോൾ വിൽ ബി ഔട്ട് ഓഫ് ബ്രീത്ത് and we'll be like stressed and we'll be saying a lot of things. ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും, which is not good actually. കാരണം നിങ്ങൾ സ്ട്രെസ്ഡ് ആണ്, നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ടെൻസ്ഡ് ആണ് എന്നുള്ളത് വെരി ക്ലിയർ ആയിരിക്കും അപ്പുറത്തിരിക്കുന്ന ആൾക്ക്. അതുകൊണ്ട് എപ്പോഴും ബ്രീത്ത് ചെയ്യുക, റിലാക്സ് ചെയ്യുക, അതിനുശേഷം മാത്രം സംസാരിക്കുക. അത് നിങ്ങളുടെ സംസാരത്തിൽ വലിയ വ്യത്യാസം തന്നെ വരുത്തും. ആൻഡ് മൈ ലാസ്റ്റ് പോയിന്റ് ഇസ് സ്ലോ ഡൗൺ. ഓൾറൈറ്റ്, ഡോണ്ട് സ്പീക്ക് സോ ഫാസ്റ്റ്. ഭയങ്കര സ്പീഡിലും ഭയങ്കര സ്ലോയിലും സംസാരിക്കരുത്. ഒരു മീഡിയം പേസ് കീപ്പ് ചെയ്ത് സംസാരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ടെൻഷൻ ആകുമ്പോൾ ഒരുപാട് സ്പീഡിൽ സംസാരിച്ചു പോകുന്ന സ്വഭാവം ചിലപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കും. അതൊന്ന് ഡെലിബറേറ്റ്ലി കൺട്രോൾ ചെയ്യുക. ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ വെരി ഗുഡ് ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ക്രിയേറ്റ് എ വെരി ഗുഡ് ഫസ്റ്റ് ഇംപ്രഷൻ.